ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് ജൂലൈ മാസത്തിലെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ആദ്യം ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു. ഇനി സ്ഥാപക നേതാവിൻ്റെ മുജീബുർ റഹ്മാൻ ചിത്രം കറൻസിയിൽ നിന്ന് നീക്കം ചെയ്ത് ബംഗ്ലാദേശ്. ഇനി കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. കേരളത്തിലെ അങ്കമാലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി. ഇനി കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. ഇനി പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെ തോൽപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ. ഇനി UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാന്. ഇനി 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീസിൽ നടന്നു. 2025 UN സമുദ്ര ഉച്ചകോടി ഫ്രാൻസിലെ നീസിൽ നടന്നു. ഇനി ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇനി അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്തു നിന്നും രാജിവെച്ചു. അമിതാഭ് കാന്ത് ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇനി നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാകും അർണാല. നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാകും അർണാല. ഇനി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇനി പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിൻ്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക്. പ്രഥമ IGF ആർച്ചർ അമിഷ അവാർഡ് ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ഇന്ത്യൻ ഡോക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ ശാലിനി മുള്ളിക്കിൻ്റെ നോവലായ ദി വേ ഹോം എന്ന കൃതിക്ക്. ഇനി മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം. മലയാളിയായ ലീന നായർക്ക് ബ്രിട്ടൻ്റെ ഉന്നത ബഹുമതിയായ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം. ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം. ചില്ലറ വ്യാപാര ഉപഭോക്തൃ മേഖലകളിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം. ഇനി പ്രൊഫസർ MP മന്മഥൻ അക്ഷയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. 1,00,000 രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021-2022 വർഷങ്ങളിലെ
സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏഴാച്ചേരി രാമചന്ദ്രനും 2023 N അശോകനും ലഭിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2021-2022 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ KG പരമേശ്വരൻ നായർക്കും ഏഴാച്ചേരി രാമചന്ദ്രനും 2023 N അശോകനും ലഭിച്ചു. ഇനി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P. ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മൂത്തേടത്തും അർഹരായി. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ച അഖിൽ P. ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരത്തിന് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കുട്ടികളുടെ നോവൽ രചിച്ച ശ്രീജിത്ത് മൂത്തേടത്തും അർഹരായി. ഇനി സംഗീത സാംസ്കാരിക സഭര്യയുടെ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും. സംഗീത സാംസ്കാരിക സഭര്യയുടെ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും സംഗീത സംവിധായകൻ ജെറി അമൽദേവിനും ലഭിച്ചു.